നമസ്കാരം. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടിക്കടി ഉണ്ടാവുന്ന തീവ്രവാദി ആക്രമണങ്ങൾ രാജ്യത്തിന് സമ്മാനിക്കുന്ന തലവേദന ചെറുതല്ല. ഇപ്പോഴിതാ വടക്കൻ പാകിസ്ഥാനിൽ തിങ്കളാഴ്ച പുലർച്ചയോടുകൂടി ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 10 പോലീസുകാരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ദേര ഇസ്മായിൽ ഖാൻ ജില്ലയിലെ ജൗദാൻ പോലീസ് സ്റ്റേഷനിലാണ് ഈ ആക്രമണം നടന്നതെന്ന് ഖൈബർ പക്തൂൺ പോലീസ് മേധാവി അക്തർ ഖയാദ് ഗൻപൂർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിൽ പ്രവേശിച്ച ശേഷം ഭീകരർ ഹാൻഡ് ഗ്രനേഡ് പ്രയോഗിച്ചാണ് പോലീസിന് കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് എന്നുകൂടി ഇദ്ദേഹം പറയുന്നു. തിങ്കളാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ഭീകരവാദി ആക്രമണം ഉണ്ടാവുന്നത്. ആക്രമണകാരികൾ ആദ്യം തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറുകയുമാണ് ഉണ്ടായതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 30-ലധികം ഭീകരരാണ് 3 ദിശകളിൽ നിന്നും ഇരച്ചെത്തിയത് പോലീസ് സ്റ്റേഷനിലേക്ക്. അതിനുശേഷം അവിടെ 2.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന വെടിവെയ്പ് ഉണ്ടാവുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ആഴ്ച അവസാനമാണ് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിന് തൊട്ട് മുൻപ് തന്നെ ഒരു ഭീകരവാദി ആക്രമണം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ അന്വേഷണങ്ങളും മറ്റും വളരെ വിപുലമായി നടക്കുന്നതിനിടയിലാണ് പാകിസ്ഥാനെ വീണ്ടും ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു തീവ്രവാദി ആക്രമണം കൂടി ഉണ്ടാവുന്നത്. എന്തായാലും നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദി ആക്രമണ പരമ്പരയിൽ ഇന്ത്യയും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത്. പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നേക്കാം എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളും ഇതിനിടയിൽ ശക്തമാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.